നമ്മൾ മൊഡ്യൂൾ 2ൻ്റെ ഒരു ഓവറോൾ ഉള്ളൊരു വീഡിയോ ആണിത്. മെയിനായിട്ട് മൊഡ്യൂൾ 2-ൽ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഒന്ന് NLP സിസ്റ്റം പൈപ്പ് ലൈൻ, NLP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തെ ടെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് NLP പൈപ്പ് ലൈൻ എന്താണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പം NLP പൈപ്പ് ലൈൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് NLP? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓൺ ഡെയിലി ബേസിസ് ഇപ്പം GPT ആയാലും ക്ലൗഡ് ആയാലും ക്രോക്ക് ആയാലും പല AI ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ GPT യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, വാട്ട് ഈസ് ദിസ്, ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പം നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് GPT റിസീവ് ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് തരുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ സാധാരണയായിട്ടൊരു ചാറ്റ് ബോട്ടുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോ ഇതിൻ്റെ ഒരു പൈപ്പ് ലൈൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. സോ ഇതാണ് അതിന് വരയ്ക്കേണ്ട ഫിഗർ. ഓക്കെ, ഇവിടെ നോക്കുക, ഡേറ്റ അക്വിസിഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡേറ്റ അക്വിസിഷൻ. ഡേറ്റ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റേനെ, അതായത് ഞാനിപ്പം GPTയിൽ ഞാൻ അയക്കുന്ന മെസ്സേജ്, അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കുന്നു, ആ ഡേറ്റേനെ അത് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് ചിലപ്പം GPT എൻ്റെ ഒരു മെസ്സേജ് എടുക്കുന്നു, അവിടെ എൻ്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് വരുന്നു. പക്ഷേ ഈ ഒരു പറയുന്ന ഒരു GPTക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് NLP എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് NLP എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ഇത് പഠിച്ചു വെച്ചിരിക്കണം. സോ അതിന് എന്തുണ്ടാവണം, ഇതിനൊരു നേരത്തെ തന്നെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. സോ ഇതിന് ഒരുപാട് ഡേറ്റയുടെ ആവശ്യം ഇതിന് മുന്നേ തന്നെ ഉണ്ട്. ഇത് ഓൾറെഡി കുറേ കാര്യങ്ങൾ വെച്ച് പഠിച്ചു വെച്ചേക്കുവാണ്. അതുകൊണ്ടാണെന്ന് എനിക്കൊരു ഔട്ട്പുട്ട് തരാനായിട്ട് പറ്റുന്നത്. സോ അങ്ങനെ ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പലയിടത്തുനിന്നും ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഡേറ്റ അക്വിസിഷൻ. നമ്മൾ ഡേറ്റേനെ കളക്ട് ചെയ്യുന്നു. ഇപ്പം NLPയെ പറ്റി ഉള്ള ഒരുപാട് ഡേറ്റാസ് ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ചിലപ്പോൾ ഈ വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമാറ്റിൽ ആയിരിക്കില്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. എനിക്ക് പല മെത്തേഡ്സ് ഉണ്ട്, അത് പിന്നെ പറയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമാറ്റിൽ ആയിരിക്കില്ല. അതായത് നമുക്ക് അതിനെ ഒന്ന് പ്രീ പ്രോസസ്സ് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു, പക്ഷേ ഇതിനെ പ്രീ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതും കുറേ സ്റ്റെപ്പുണ്ട്, ആവശ്യമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് എന്ത് ഇൻപുട്ട് നമ്മൾ കൊടുത്താലും നമുക്ക് NLPയിൽ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആയിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ഡേറ്റ ആയിരിക്കണം. ഓക്കെ, അതിപ്പോൾ ഞാൻ ഇപ്പോൾ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ടിനെ നമ്മൾ ടെക്സ്റ്റ് ആക്കി മാറ്റണം. പക്ഷേ നമ്മൾ ഈ ടെക്സ്റ്റ്, NLPയിൽ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റ് നമുക്ക് ആർക്കും മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന എന്താണ്, സീറോസും വൺസും ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻപുട്ടായ ടെക്സ്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, 0യും 1ഉമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം NLP എന്താണെന്നുള്ളൊരു ഡേറ്റയാണ്, അതിനെ ക്ലീൻ ചെയ്തു, പ്രീ പ്രോസസ്സ് ചെയ്തു, അതിനെ നമ്മൾ ഇവിടെ വെച്ച് നമ്പറാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്പറാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മളത് മോഡലിംഗ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു GPT ആണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ തരണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അത് ട്രെയിൻ ചെയ്ത് വെക്കപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനൊരു മറുപടി തരാനായിട്ട് പറ്റുന്നത്. സോ അവിടെ നമ്മൾ ഇപ്പം ഒരു ML മോഡൽ അല്ലെങ്കിൽ DL മോഡൽ അവിടെ എന്തായിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. അത് മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മോഡൽ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുക. അത് പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതൊരു ഔട്ട്പുട്ട് എനിക്ക് തരാനായിട്ട് പറ്റുന്നത്. സോ അതിന് നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിക്കും. ഇനി ഇനി ഒരു മോഡൽ ജനറേറ്റ് ചെയ്തു, അതിന് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ആക്യുറസി, പ്രിസിഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഡിപ്ലോയ്മെൻറ്റ് ചെയ്യണം. അതായത് നമുക്ക് വർക്കിങ്ങിന് വേണ്ടി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കുക. എന്നിട്ട് അപ്ഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പ് പെർഫോം ചെയ്യുക. സോ ഇതാണ് ജനറിക് NLP പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം നമുക്ക് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ സിസ്റ്റം, അതിൻ്റെ പൈപ്പ് ലൈൻ പറയാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൻ്റെ
ആവശ്യമായ ആവശ്യമായ ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യുക, മീൻസ് സ്വീകരിക്കുക, ആവശ്യമില്ലാത്ത ഡേറ്റനെ ക്ലീൻ ചെയ്യുക, അതിനെ നമ്മൾ പ്രീ പ്രോസസ്സ് ചെയ്യുക, ആ വരുന്ന ടെക്സ്റ്റിനെ നമ്പറാക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഇതൊരു മോഡൽ നെയ്ബേസോ എന്താ പിന്നെ SVMോ അങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിന് നമ്മളത് കൊടുക്കുന്നു, ആ മോഡൽ അത് പഠിച്ചു വെക്കുന്നു, അതിനുശേഷം അതിൻ്റെ അക്യുറസി പ്രിസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും എന്തെങ്കിലും അപ്ഡേഷൻസ് വരണമെങ്കിൽ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ദിസ് ഈസ് NLP പൈപ്പ് ലൈൻ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. നമ്മളിപ്പം എന്താണ്, നമുക്കൊരു ഒരു കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് പോയത്, NLPയിലോട്ട് പോയത് എന്ന് പറയണം. നമ്മളിപ്പോൾ ഒരു ഡേറ്റ എടുത്തിട്ടുണ്ട്, കസ്റ്റമർ റിവ്യൂ ആണ്. ഈ വന്ന റിവ്യൂ എന്ന് പറയുന്നത് സെയിൽസ് ക്വറി ആണോ, ഐ വോണ്ട് ടു ബൈ എ ലാപ്ടോപ്പ്, ദാറ്റ് ഈസ് എന്താണ്, അതൊരു സെയിൽസിന് വേണ്ടിയുള്ളൊരു ക്വറിയാണ്. ഇനി സപ്പോർട്ട് ക്വറി, മൈ ലാപ്ടോപ്പ് ഈസ് നോട്ട് വർക്കിംഗ്, അതെന്താണ്, കസ്റ്റമർ കെയറിലോട്ടുള്ളൊരു നമ്മളിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കാൻ വേണ്ടിയുള്ളൊരു സപ്പോർട്ട് ക്വറിയാണ്. സോ വരുന്ന ഡേറ്റനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ളൊരു ഇൻപുട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഇതാണ് ഒരു NLPയുടെ ആവശ്യം എന്ന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിൽസ് ആണോ അതോ സപ്പോർട്ട് ക്വറി ആണോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ NLP പൈപ്പ് ലൈനിൽ കൂടി നമ്മൾ കടന്നു പോകണം. അപ്പോൾ മെയിനായിട്ട് 2 കേസാണുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഡേറ്റ ഉണ്ട് ചില കേസിൽ. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിന് ഒരുപാട് ഡേറ്റയുണ്ട്. ഇനി അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയതായിട്ടൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല. അത് ഓൾറെഡി കുറേ ഡേറ്റ അതിൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് അതൊരു മോഡലിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വറി ചെല്ലുമ്പോൾ അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അങ്ങനല്ല, നമ്മുടെ ഒരു പുതിയ വെബ്സൈറ്റാണ്, ഇപ്പോൾ 2 കേസ് പറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പുതിയ വെബ്സൈറ്റാണ്, ആ വെബ്സൈറ്റിൽ ആകെ ഒരു 20 കസ്റ്റമറിൻ്റെ ഡേറ്റയുള്ളൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ഡേറ്റയുള്ളൂ, ആ മോഡൽ എന്തായിട്ടില്ല, ട്രെയിൻ ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഒന്നാമത്തെ നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഡേറ്റ അക്വിസിഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട 4 കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എഴുതേണ്ട 4 കാര്യങ്ങൾ. ഓക്കെ, ഡേറ്റ അക്വിസിഷൻ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ. ഒന്ന്, നമുക്കൊരു പബ്ലിക് ഡേറ്റ സെറ്റിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ഒന്ന് സ്ക്രേപ്പ് ഡേറ്റ, പ്രൊഡക്റ്റ് ഇൻ്റർവെൻഷൻ, ഡേറ്റ ഓഗ്മെൻറ്റേഷൻ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു മോഡലുണ്ട്, പക്ഷേ അന്നേരം നമ്മളിങ്ങനെ ഡേറ്റനെ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റനെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പബ്ലിക് ഡേറ്റ സെറ്റ്, ഇപ്പം നമ്മൾ കാഗിൾ പോലുള്ള പബ്ലിക് ഡേറ്റ സെറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ സെറ്റിനെ എടുത്ത് നമുക്കൊരു മോഡലിനെ ട്രെയിൻ ചെയ്യാം. ഇനി അടുത്തത് സ്ക്രേപ്പ് ഡേറ്റ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല മൂവി റിവ്യൂസ്, ഇപ്പം നമ്മളൊരു മൂവി റിവ്യൂ കൊടുക്കുന്നു, ആ വെബ്സൈറ്റിൽ കൊടുക്കുന്നു, ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ട്വിറ്ററിൽ നിന്ന് ട്വീറ്റ്സ് എടുക്കുന്നു. സോ അങ്ങനെ അവിടുന്ന് തന്നെ ഒരുപാട് ഡേറ്റാനെ നമ്മൾ കളക്ട് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ സ്ക്രേപ്പ് ഡേറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ, കളക്ടിങ് ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഫ്രം വെബ്സൈറ്റ്സ്. ഇനി പ്രോഡക്റ്റ് ഇൻ്റർവെൻഷൻ, ഇനി ഒരു പ്രോഡക്റ്റ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ GPT, ആ ഒരു GPT തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ ഡേറ്റ കളക്ഷന് വേണ്ടി മാത്രമാണ്. ഇപ്പം ആമസോൺ പറയാൻ അങ്ങനെയല്ല, അതിൻ്റെ മെയിനായിട്ട് നമ്മൾ എന്താണ്, ഒരു സെല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സെല്ലിംഗ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റമർ റിവ്യൂ ഡേറ്റാസ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അതായത് അതാണ് സ്ക്രേപ്പ് ഡേറ്റ. പ്രോഡക്റ്റ് ഇൻ്റർവെൻഷൻ ChatGPT ഇറ്റ് ഈസ് അതെന്താണ്, ഫുൾ ആ ഒരു പ്രോഡക്റ്റ് തന്നെ ഈ ഒരു ഇൻപുട്ട് സ്വീകരിക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രോഡക്റ്റുകളെ തന്നെ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഡേറ്റ എടുക്കുന്നതിനാണ് പ്രോഡക്റ്റ് ഇൻ്റർവെൻഷൻ. ഇനി അടുത്ത ഡേറ്റ ഓഗ്മെൻറ്റേഷൻ. ഇനി നമുക്ക് ഡേറ്റ ഇനഫ് അല്ല, നമുക്കധികം ഡേറ്റ കിട്ടിയില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡേറ്റ ഓഗ്മെൻറ്റേഷൻ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഐ ലൈക്ക് ദിസ് മൂവി. ഈ ലൈക്കും ലവും ഏകദേശം ഒരുപോലാണ്. സോ നമുക്കൊരു റിവ്യൂ കിട്ടിയിട്ടുണ്ട്, ഐ ലൈക്ക് ദിസ് മൂവി. സോ നമ്മൾ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഐ ലവ് ദിസ് മൂവി. സോ ഇതാണ് ഡേറ്റ അക്വിസിഷനിൽ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളോടിപ്പം റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൻ്റെ പൈപ്പ് ലൈൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ആ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഡേറ്റനെ എടുത്തത്, പബ്ലിക് ഡേറ്റ സെറ്റിൽ നിന്നാണോ, അതില്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിന് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്നാണോ, അതോ ഒരു ചാറ്റ് ബോട്ട് തന്നെ ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങളെ ഡേറ്റനെ ഓഗ്മെൻറ്റ് ചെയ്തോ. സോ ഈ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്.
ഇനി ഡേറ്റ ഓഗ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സിനോണിം റീപ്ലേസ്മെൻറ്റ്, ബാക്ക് ട്രാൻസ്ലേഷൻ, TF-IDF വേർഡ് റീപ്ലേസ്മെൻറ്റ്, ബയോഗ്രാം ഫ്ലിപ്പിംഗ് ആൻഡ് റീപ്ലേസിംഗ് എൻറ്റിറ്റീസ്, ആഡിങ് നോയ്സ് ആൻഡ് സം അഡ്വാൻസ് ടെക്നിക്സ്. സോ ഇതാണ്. ഇനി സിനോണിം റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. സിനോണിം റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ മൂവി ഈസ് ഗുഡ് എന്ന് പറയുന്നതിന് എക്സലൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അതാണ് സിനോണിം. ഒരേ ഗുഡിന് എക്സലൻറ്റ്, ലവിന് ലൈക്ക്, ഓക്കെ, അങ്ങനെ ഒരേപോലുള്ള കാര്യങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഡേറ്റാനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഹായ് ഹലോ എന്ന് പറഞ്ഞു. ഹായ് ഹലോ എന്ന് പറഞ്ഞതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചിലപ്പം എന്താണ് ഹായ് ഹലോ പറയുന്നതിന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഒരു പുതിയ വേർഡ് സ്ട്രക്ചറിൽ നമുക്കത് കിട്ടും. ആഹാ എന്തുണ്ട്, ഹായ് എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറയുക, നന്ദി, എന്തുണ്ട് എന്ന് ചോദിക്കാം. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും ആ മലയാളത്തിൽ നിന്ന് ഞാൻ ഇംഗ്ലീഷിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഫറെൻ്റായ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്ത് ചെയ്യും, ഇങ്ങനെ ലാംഗ്വേജുകൾ തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടും. അത് അർത്ഥം ഒന്നായിരിക്കും, പക്ഷെ ഈ സ്ട്രക്ചർ മാറുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി വ്യത്യാസത്തിലൊരു ഡേറ്റ കിട്ടും. അതാണ് ബാക്ക് ട്രാൻസ്ലേഷൻ. ഇനി TF-IDF, ഓക്കെ, ദിസ് ക്യാൻസർ മെഡിസിൻ വർക്ക്സ് വെൽ. ഇവിടെ എനിക്ക് TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വേർഡാണ്. സോ അതിനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഈ വർക്ക്സ് വെൽ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ക്യാൻസറിനുള്ള TF എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ വർക്ക്സ് വെൽ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് അധികം ഇല്ല. സോ ഐ ക്യാൻ ചേഞ്ച് ദാറ്റ് വർക്ക്സ് വെൽ. ആ വർക്ക്സ് വെല്ലിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു പുതിയൊരു ടേം കിട്ടും. ഇനി അടുത്തത് ബൈഗ്രാം ഫ്ലിപ്പിംഗ്. ബൈഗ്രാം ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഐ എം ഗോയിങ് ടു ദ എന്ന് പറയുന്നതിന് പകരം ഐ എം ഗോയിങ് ടുവിനെ എനിക്ക് ഞാൻ അങ്ങ് മാറ്റിയിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നു, ടു ഗോയിങ് ആക്കുന്നു. അപ്പോൾ എന്താ, എനിക്കൊരു പുതിയൊരു സെൻറ്റൻസ് കിട്ടുന്നു. ഇതാണ് ബൈഗ്രാം ഫ്ലിപ്പിംഗ്. ഒരു വാക്ക് എടുത്തപ്പോൾ ഗോയിങ് ടുവിനെ ടു ഗോയിങ് ആക്കുന്നു. അങ്ങനെ ഒരു വാക്കിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ബൈഗ്രാം ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡേറ്റ ഓഗ്മെൻറ്റ് ചെയ്യുന്നു. ഇനി റീപ്ലേസിങ് എൻറ്റിറ്റീസ്, അതായത് ഞാൻ ഇപ്പം ഒരിടത്തുണ്ട് ഐ ലീവ് ഇൻ കാലിഫോർണിയ. ഇനി കാലിഫോർണിയയ്ക്ക് പകരം ഐ ലീവ് ഇൻ ലണ്ടൻ, അങ്ങനെ അല്ലെങ്കിൽ ഒരു ആളെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ലൊക്കേഷൻ്റെ പേര് മാറ്റി വേറൊരു സെൻറ്റൻസ് ആക്കുമ്പോൾ നമുക്കൊരു ഡേറ്റയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് റീപ്ലേസിങ് എൻറ്റിറ്റീസ്. പിന്നെ ആഡിങ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു GPT സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും പ്ലീസ് ടെൽ മീ എന്ന് പറയുന്നു. ഇവിടെ പ്ലീസ് എന്ന് പറയുന്നത് PLS ആണ്. ഞാൻ ഈ പ്ലീസ് അല്ല യൂസ് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇപ്പം പ്ലീസ് തന്നെ ഞാൻ S വരെ എഴുതിയുള്ളൂ, ഈ എഴുതിയില്ല. പക്ഷേ എന്താണ്, നമ്മുടെ GPTക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ വരാവുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പ്ലീസിന് പ്ലീസ്, PLS, അങ്ങനെ യുവിന് വെറും യു, ഇങ്ങനെ നമുക്ക് എന്താണ് ചില നോയ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ ആക്കി ആഡ് ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റൻസ് എടുത്ത് അതിൻ്റെ ഈ പ്ലീസ് എന്ന് എഴുതിയത് മാറ്റിയിട്ട് PLS എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ മാറ്റി കൊടുക്കുക, അങ്ങനെ നോയ്സ് ആഡ് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഡേറ്റാനെ ഓഗ്മെൻറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ ഡേറ്റാനെ മോഡൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡേറ്റ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഇനി ഇത് കൂടാതെ ഒരുപാട് പൈത്തണിലാണെങ്കിൽ ഒരുപാട് ലൈബ്രറീസ് ഒക്കെ അവൈലബിൾ ആണ്. സ്നോർക്കൽ, EDA, ആക്റ്റീവ്, ഇങ്ങനെ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഈ ലൈബ്രറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡേറ്റാനെ നമുക്ക് കൂടുതലായിട്ട് ഡേറ്റ സെറ്റിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ഡേറ്റ അക്വിസിഷൻ. അപ്പോൾ ഡേറ്റ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഈ 4 സ്ഥലത്തു നിന്നാണ്, 4 രീതിയിലാണ് ഡേറ്റനെ അക്വിസിഷൻ ചെയ്യുന്നത്. ഇനി ഡേറ്റ ഓഗ്മെൻറ്റേഷൻ തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ വരെ പറഞ്ഞത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് ക്ലീനിങ്. ടെക്സ്റ്റ് ക്ലീനിങ്, അത് ഇവിടെ നിന്ന് പറഞ്ഞു ടെക്സ്റ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡേറ്റനെ നമ്മൾ കളക്ട് ചെയ്തു. ഇപ്പം റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ സിസ്റ്റം, അതിൽ നിന്നുള്ള ഡേറ്റനെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ സെറ്റ് കാഗിൽ നിന്ന് ഇവിടെ നിന്നോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ NLPയിൽ നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ടെക്സ്റ്റ് ആയിരിക്കും. ടെക്സ്റ്റാണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഇൻപുട്ട്, അതായത് ടെക്സ്റ്റലായിട്ടുള്ള ഇൻപുട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നോൺ ടെക്സ്റ്റലായിട്ടുള്ള
ടെക്സ്റ്റ് അല്ലാത്ത മറ്റ് ഇൻപുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് മീൻസ് ക്ലീൻ ചെയ്ത് മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്യണം. ഇത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ടെക്സ്റ്റൽ അല്ലാത്ത ഡേറ്റാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇതൊരു ബില്ലാണ്. ഈ ബില്ലിൽ നിന്ന് എനിക്കിത് ഫുള്ള് വേണ്ട, എനിക്ക് വേണ്ട കുറച്ച് ഡേറ്റ ഉണ്ട്. ഈ അന്നേരം എനിക്ക് ആവശ്യമുള്ള ടെക്സ്ച്വലായിട്ടുള്ള മീൻസ് എനിക്ക് ആവശ്യമുള്ള ഡേറ്റനെ മാത്രം അതിനകത്തുനിന്ന് എടുക്കുക. ഇനി ഇവിടെ കണ്ടോ, ഇതൊരു HTML ടെക്സ്റ്റൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇവിടെ ഒന്നും എനിക്ക് എന്താവശ്യമില്ല, ഈ HTML ടെക്സ്റ്റിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഈ P ടാഗ്, href ടാഗ്, ഈ ഒരു HTML ടെക്സ്റ്റ് ആവശ്യമില്ല. അതിനകത്തുള്ള കണ്ടൻറ്റ് മാത്രം എനിക്ക് മതി. അപ്പോൾ അങ്ങനെയുള്ള HTML ടാഗ്സ് ഒക്കെ എനിക്ക് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, ഇപ്പം ഇതിനകത്തും എനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലൈൻസും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം എനിക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം. സോ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് HTML പാഴ്സിങ് ആൻഡ് ക്ലീനപ്പ്. അടുത്തത് യൂണിക്കോഡ് നോർമലൈസേഷൻ, സ്പെല്ലിംഗ് കറക്ഷൻ, ഓക്കെ, സിസ്റ്റം സ്പെസിഫിക് എറർ കറക്ഷൻ, പിന്നെ റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ക്ലീനിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം HTML പാഴ്സിങ് ആൻഡ് ക്ലീനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡേറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, സ്റ്റാക്ക് ഓവർഫ്ലോയിൽ നിന്ന് ഫോറം സെർച്ച് എഞ്ചിൻ ഒരു ഡേറ്റാനെ ഒരു സ്റ്റാക്ക് ഓവർഫ്ലോ ഡേറ്റ ഉപയോഗിച്ചിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോ ഡേറ്റാനെ യൂസ് ചെയ്ത് ഇങ്ങനൊരു സെർച്ച് എഞ്ചിൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ആ വെബ് പേജിനകത്ത് അതിനകത്തുനിന്ന് ഈ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ഡേറ്റ എടുക്കാൻ പോകുമ്പം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ ഉണ്ട്, HTML ടാഗ്സ് ഉണ്ട്, CSS ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, നാവിഗേഷൻ മെനൂസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ പല കാര്യം ആ വെബ്സൈറ്റിലുണ്ട്. നമുക്ക് ആ ഫുൾ എൻറ്റയർ വെബ്സൈറ്റ് നമുക്ക് വേണ്ട. നമ്മൾ ഈ ഒരു സെർച്ച് എഞ്ചിനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? സെർച്ച് എഞ്ചിൻ. ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എനിക്ക് അതിനകത്തൊരു ആൻസർ തരുന്നു. ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള ബാക്കി ഡേറ്റയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് മാറ്റണം. സോ അവിടാണ് HTML പാഴ്സിങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരുപാട് ലൈബ്രറീസ്, ബ്യൂട്ടിഫുൾ സോപ്പ്, സ്ക്രാപ്പി, അങ്ങനെ പറയുന്ന ഒരുപാട് ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ തന്നെ അവൈലബിൾ ആണ്. ആ ലൈബ്രറീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമില്ലാത്ത ഈ പറയുന്ന, നമുക്ക് വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസറും മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. സോ അതിൻ്റെ ജസ്റ്റ് ഒരു കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഡൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ ബ്യൂട്ടിഫുൾ സോപ്പ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഇതൊരു വെബ്സൈറ്റാണ്, codes.2scrape.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിപ്പോയാൽ നിങ്ങൾക്കറിയാം, അവിടെ നിന്നുള്ള ഫസ്റ്റ് ഡേറ്റാനെ എടുക്കാനാണ് soup.find class.txt ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഡേറ്റാനെ എടുക്കാനാണ് പറയുന്നത്. അവിടെ നിന്ന് പോയിട്ട് അതിനകത്തുള്ള ആദ്യത്തെ ആ കോട്ടിനെ മാത്രം, അതിൽ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു കോട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോട്ടിനെ മാത്രം, ആദ്യത്തെ സെൻറ്റൻസിനെ മാത്രം എടുത്തുകൊണ്ട് വന്നു. HTML ടാഗ്സോ ആ വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും ഡിസൈനിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും എടുത്തില്ല. വെബ്സൈറ്റ് ഡയറക്റ്റ് ചെന്ന് ഇത് മാത്രം എടുത്തുകൊണ്ട് വരുന്നു. അതിനുവേണ്ടി യൂസ് ചെയ്ത ലൈബ്രറിയാണ് ബ്യൂട്ടിഫുൾ സോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഇത് കോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത്, അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. HTML പാഴ്സിങ് എന്ന് പറയുന്നത് നമുക്കൊരു വെബ് പേജിൻ്റെ ഫുൾ കണ്ടൻറ്റ് വേണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. അതിനുവേണ്ടി പല ലൈബ്രറീസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം നിങ്ങൾ എഴുതുക, ലൈബ്രറീസിൻ്റെ എക്സാമ്പിൾ എഴുതുക. ഇത് ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള ഡേറ്റാസിനെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു. ഓക്കെ, ഇനി യൂണിക്കോഡ് നോർമലൈസേഷൻ. യൂണിക്കോഡ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഹായ് എന്നിട്ടൊരു സ്മൈലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്മൈലീനെ എനിക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാകും, ചിലപ്പോൾ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഈ ടാഗ് എല്ലാം റിമൂവ് ചെയ്താലും നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ നമ്മളൊരു റിവ്യൂ എടുക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പം നമുക്കിത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് മാറ്റാം? ഇത് റിമൂവ് ചെയ്ത് കളയാം. ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ റിവ്യൂ, ഇപ്പം ഞാൻ പറയുകയാണ്, ഓക്കെ, ബെസ്റ്റ് എന്ന് പറയുകയാണ്. ഈ ബെസ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് സർക്കാസ്റ്റിക് ആയിട്ട് പറയാം. ഒന്നെന്ന് പറയാൻ നല്ല രീതിയിൽ ആ സ്മൈലി നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ബെസ്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ടും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ പർട്ടിക്കുലർ റിവ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് റിവ്യൂ ആണോ നെഗറ്റീവ് റിവ്യൂ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് ചെയ്യുന്നത്
ഈ പറയുന്ന സിംപൽസ്, ഇമോജീസ്, സ്പെഷ്യൽ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ഇതിനെല്ലാം യൂണിക്കോഡ് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഹായ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ട ഒരു 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 യൂണിക്കോഡ് ക്യാരക്ടർ ഇങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു യൂണിക്കോഡ് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതിനകത്ത് ഗുൽമോഹർ എന്ന് പറയുന്ന ഒരു ഹിന്ദി സെൻറ്റൻസ് ഒരു വാക്കാണ് ഉപയോഗിച്ചത്. അതിനെയും എന്താണ് ഗുൽമോഹറിനെ മനസ്സിലായില്ല. സോ അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണെന്നുള്ളത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഒരു യൂണിക്കോഡ് ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിക്കോഡ് നോർമലൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത് സ്പെല്ലിംഗ് കറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ NLPയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്ങിലൊന്നും അല്ല സംസാരിക്കുന്നത്. ഇത് കറക്റ്റ് സ്പെല്ലിംഗ് അല്ല, ഇതൊരു കറക്റ്റ് സ്പെല്ലിംഗ് അല്ല, ഇതൊരു കറക്റ്റ് സ്പെല്ലിംഗ് അല്ല, പിന്നെ ഇതൊരു കറക്റ്റ് സ്പെല്ലിംഗ് അല്ല. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൊളോക്കിയലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഈ ടെക്സ്റ്റ് ക്ലീനിങ്ങിൽ തന്നെ നമ്മൾ സ്പെല്ലിംഗ് കറക്ഷൻസ് ചെയ്യും. സ്പെല്ലിംഗ് അതായത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഹലോ വേൾഡ്. ഈ ഹലോ എന്ന് പറയുന്നത് HELLO ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഫാറ്റ് ഫിംഗർ ടൈപ്പിംഗ്, ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഹലോ. എനിക്ക് മൊത്തം ഒന്നും എഴുതാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നു. സോ അതിനെ തിരിച്ചറിയുന്നു. ഇനി ഫാറ്റ് ഫിംഗർ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ, പ്രോമിസിന് പകരം പ്രോണിസ്, അതായത് എന്നോട് മാറിപ്പോയതാണ്, പക്ഷെ അതിനെ മനസ്സിലാക്കും. ഇനി ബ്രേക്കിന് പകരം ബ്രസ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാണ്, അന്നേരം എക്ക് പകരം ആയിപ്പോയി. സോ ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന സ്പെല്ലിംഗ് എററും നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന എറേഴ്സും ഉണ്ട്. ഇത് രണ്ടിനെയും മനസ്സിലാക്കുന്നു. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് എന്തുണ്ട്, കുറേ ലൈബ്രറീസ് ഉണ്ട്, ഓൾറെഡി കുറേ ലൈബ്രറീസ് ഉണ്ട്. ആ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പേര് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൈക്രോസോഫ്റ്റ് ബിങ് സ്പെൽ ചെക്ക് റെസ്റ്റ് API എന്ന് പറയുന്ന ഇതുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹോളോ വേൾഡ് എന്ന് പറയുന്ന നമ്മൾ കൊടുത്തെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വാക്കുകളെ നോക്കും. അപ്പോൾ ഹെലോ ഉണ്ട്, ഹോളോ ഉണ്ട്, ഹലോ ഉണ്ട്. ഇതിലേതാണോ കൂടുതൽ സ്കോർ ഉള്ളത് അതിനെ ആയിരിക്കും ഹോളോ വേൾഡിന് പകരം. ഹോളോയിൽ ഇവിടെ ഹലോയ്ക്കാണ് കൂടുതൽ സ്കോർ ഉള്ളത്, ലേൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഹലോ എന്ന് പറയുന്നത് അതാണ്, ഹോളോ എന്ന് പറഞ്ഞാൽ ഹലോ ആണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ സ്കോർ നോക്കിയിട്ടാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് സ്കോർ അനുസരിച്ചിട്ടാണ് അത് ഔട്ട്പുട്ട് വരുന്നത്. ഇനി അതല്ലാതെ പൈസ്പെൽ ചെക്കറുണ്ട്, ഹൺസ്പെല്ലുണ്ട്, ടെക്സ്റ്റ് ബ്ലോബ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബ്ലോബ് നോക്കുക. ടെക്സ്റ്റ് ബ്ലോബ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഞാനിത് കൊടുക്കുന്നു, ഈ ടെക്സ്റ്റ് കൊടുക്കുന്നു, ഈ ടെക്സ്റ്റ് ബ്ലോബ് എന്ത് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രോണിസിനെ കറക്റ്റായിട്ട് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, പ്രോമിസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്പെൽ ചെക്കറും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഐ ഹാവ് എ സ്പെല്ലിംഗ് എറർ ഇൻ ദിസ് സെൻറ്റൻസ്, ഇവിടെ തെറ്റാണ്, അതിനെ ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, SCE ആക്കിയിട്ട് നമ്മൾ വെക്കുന്നു. അങ്ങനെ ഓരോ ലൈബ്രറീസും ജസ്റ്റ് ആ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ മൈക്രോസോഫ്റ്റ് ബിങ് സ്പെൽ ചെക്ക്, അതേപോലെ സ്പെൽ ചെക്കർ, ടെക്സ്റ്റ് ബ്ലോബ് വേണമെങ്കിൽ ടെക്സ്റ്റ് ബ്ലോബിൻ്റെ ഒരു കോഡ് എഴുതാം, സ്പെൽ ചെക്കർ, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് സിസ്റ്റം സ്പെസിഫിക് എറർ കറക്ഷൻ. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മളൊരു PDF കൊടുക്കും. അതായത് ഞാനിപ്പോൾ ഒരു നോട്ട് ഞാൻ കൊടുത്തിട്ട് ക്ലൗഡിൽ കൊടുത്തിട്ട് പറയും, ഓക്കെ എനിക്ക് നോട്ടിനെ ഒന്ന് അനലൈസ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ ചില സ്കാൻഡ് ഡോക്യുമെൻറ്റ് കൊടുക്കും, ചില ഇമേജസ് കൊടുക്കാം, ഇനി സ്പീച്ച് കൊടുക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാനെ എനിക്ക് ഇൻപുട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാനെ ഞാൻ ഇൻപുട്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യണം, ഇപ്പം ഇതൊരു സ്കാൻഡ് ടെക്സ്റ്റാണ്, ഇതിനെ ഫുൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് എനിക്ക് ഔട്ട്പുട്ട് തരാനായിട്ട്. അതിനും ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പം PyTest React എന്ന് പറയുന്ന ഒരു ലൈബ്രറിയെ പറ്റി പറയുന്നുണ്ട്. ആ ലൈബ്രറി ഇതുപോലെ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഡേറ്റാനെയും അത് റീഡ് ചെയ്യുന്നത്. ഇപ്പം ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇമേജ് കൊടുത്തിട്ടുണ്ടോ, ആ ഇമേജിന് അല്ലെങ്കിൽ സ്പീച്ച് ഒരാൾ ഇട്ടിട്ടുണ്ടോ, അതിനെ എന്ത് ചെയ്യണം, ഇതുപോലെ ലൈബ്രറീസ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇനിയിപ്പം ഇത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ റെഗെക്സ് അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ, അതായത് RE എന്ന് പറയുന്ന ഒരു ലൈബ്രറി എൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം HTML ലൈക്ക് ടെക്സ്റ്റ്, ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഇപ്പോൾ റിമൂവ് ആയില്ല. ഇവൻ ചില ടാഗുകൾ കണ്ട് HTML പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട്
എന്തൊക്കെയോ വരാം എന്നൊരു റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തിട്ട് അങ്ങനെയുള്ളതിനെല്ലാം റിമൂവ് ചെയ്യുന്നു. ഇനി കണ്ടോ URL, ഇത് ഇങ്ങനെ ഒരു URL വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ എനിക്ക് റിമൂവ് ചെയ്ത് മാറ്റണം. ഓക്കെ. സോ അത് ഇമെയിൽ IDs, അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു പാസ്വേഡ് ആണെങ്കിൽ അതിനൊരു റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്. ആദ്യം എന്ത് വരും, അത് കഴിഞ്ഞിട്ട് എന്ത് വരും, അങ്ങനെ ആ റെഗുലർ എക്സ്പ്രഷനെ കൊടുത്തിട്ട് RE എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ടെക്സ്റ്റ് കോഡ് ആൻഡ് ടെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റുന്നു. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പ്രീ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളൊരു പോർഷനാണ്. സോ നമുക്ക് നോക്കാം.